ശ്രീ എ സജീവൻ തൽക്കാലം ഒരു കാരണവും ഇല്ല. പക്ഷേ രമേശ് ചെന്നിത്തല പെരുന്നയ്ക്ക് പോകുന്നു, അത് പെട്ടെന്ന് സംഭവിക്കുന്നു. സതീശൻ്റെ ശരീരഭാഷ ഒന്നാകെ മാറിയിരിക്കുന്നു. ഇന്നലെ കണ്ട സതീശനല്ല ഇന്ന്. ഇത് നേരത്തെ ലാൽകുമാർ ചോദിച്ചത് ഇത് നമ്മുടെ സതീശൻ ആണോ എന്നാണ്. അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ ഒരു സിനിമ ഡയലോഗിന് സാമ്യമുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു പെട്ടെന്ന്. സജീവൻ, എന്തുകൊണ്ട്? ഇതില് സതീശിന്റെ ഈ പ്രതികരണം തന്നെ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വന്നുള്ള മാറ്റം പറഞ്ഞു, അത് തന്നെയാണ് എത്രമാത്രം ഗുരുതരമാണ് സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ എന്നുള്ളതിന്റെ തെളിവ്. അത് പെരുന്നയിൽ നിന്ന് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രമല്ല, സതീശൻ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളിലൂടെ ഉണ്ടാക്കി തീർത്ത കുറെ പ്രശ്നങ്ങളുണ്ട്. സതീശൻ നേരത്തെ ഇപ്പൊ സുകുമാരൻ നായരെ കുറിച്ച് അദ്ദേഹം വളരെ മാന്യമായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ NSSനെ കുറിച്ച് സുകുമാരൻ നായരെ കുറിച്ചൊക്കെ സതീശന്റെ പ്രതികരണം എന്തായിരുന്നുള്ള കാര്യം നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചുള്ള പ്രതികരണം എന്തായിരുന്നുള്ള കാര്യം നമുക്കറിയാം. അന്ന് അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗാണ്. പക്ഷേ മുനമ്പം പ്രശ്നത്തിൽ അദ്ദേഹം ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലും അദ്ദേഹത്തോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് അദ്ദേഹം കയറിയിട്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞത്. സതീശന് ആവശ്യമില്ലാതെ ഒരു പുലിവാല് പിടിക്കുകയായിരുന്നു മുനമ്പം പ്രശ്നത്തിന്. മറ്റൊരു നേതാവും പറയാതെയാണ് സതീശന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ കുറെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സുകുമാരൻ നായരുടെ പ്രശ്നത്തിന് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ വോട്ട്, അല്ലെങ്കിൽ നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ BJPയുടെ വലിയ വലങ്കൈയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ NSSൽ SNDP യോഗത്തില് കുറെ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള വോട്ടുണ്ട്. അവിടെയാണ് അത്തരം കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത, പക്ഷേ അത് കോൺഗ്രസിന് അനുകൂലമായി നിന്നോളൂ, പക്ഷെ നിങ്ങളുടെ നേതാവായിട്ട് കണക്കാക്കേണ്ടത് സതീശനെ അല്ല രമേശ് ചെന്നിത്തലയാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കൊടുക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്താലും SNDP യോഗം ഒരുമിച്ച് തീരുമാനമെടുത്ത് വോട്ട് ചെയ്താലൊന്നും മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും കോൺഗ്രസിലുള്ള SNDP യോഗം പ്രവർത്തകർക്ക് അവർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് സതീശനല്ല, കുറെ കൂടി പക്വതയോടുകൂടി നിൽക്കുന്ന ഒരാള് രമേശ് ചെന്നിത്തലയാണെന്നുള്ളത്. രമേശ് ചെന്നിത്തലയെ എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇത്രയും കുറെ കാലത്തെ വിടവിന് ശേഷം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? മറ്റു പല ആളുകളെയും അദ്ദേഹത്തിന് ക്ഷണിക്കാമായിരുന്നു മുഖ്യപ്രഭാഷകനായിട്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയെ വിളിച്ചു എന്ന് പറയുന്നത് VD സതീശന് കൊടുക്കുന്ന സന്ദേശമാണ്. അതായത് നിങ്ങളെ അല്ല ഞങ്ങൾ പരിഗണിക്കുക. NSSന്റെ വോട്ട് കൊണ്ട് മാത്രം UDF അധികാരത്തിൽ വരണമെന്നില്ല, പക്ഷെ അവരുടെ പരിഗണന ആർക്കാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തു. ഈ മുനമ്പകാരൻ നേരത്തെ VD സതീശന് ഉണ്ടായിരുന്ന നേട്ടം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വളരെ കൃത്യമായിട്ടും രമേശ് ചെന്നിത്തലയെ സംഘിയാക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു, കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് തന്നെയുള്ള ശ്രമം നടന്നിരുന്നുള്ള കാര്യം എനിക്കറിയാം. രമേശ് ചെന്നിത്തല എന്നെ പലപ്പോഴും പല അടുത്ത ആളുകളോട് പറഞ്ഞ കാര്യമാണത്. അതിൽ നിന്ന് അദ്ദേഹം മാറാൻ വേണ്ടി മുസ്ലിം ലീഗുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ അക്കാലത്ത് സതീശനോട് താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ മുനമ്പം പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തിന് മൊത്തമായിട്ട് എതിരാവുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സ്വാഭാവികമായിട്ടും സതീശൻ ഇങ്ങനെ 4 ഭാഗത്തു എന്ന് പറയില്ലേ, പഞ്ചാഗ്നി മധ്യത്തിൽ 4 ഭാഗമില്ല, പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുള്ള ഒരു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സതീശനുള്ളത്. അതുകൊണ്ടാണ് നേരത്തെയുള്ള വികാരജീവിയായ സതീശൻ ഇപ്പോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വിളിച്ചാൽ കോൺഗ്രസ് നന്നായി പോലും എന്നൊക്കെ പറയുന്നത്.